ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക്, അതുപോലെ ക്ലച്ച്, എയർ ഫിൽറ്റർ, പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് റീസെറ്റ് ചെയ്യുക. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്തുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ബെൽറ്റ് ഉണ്ടാകും. നല്ല രീതിയിൽ പൊട്ടൽ, ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തായാലും അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് ഇല്ല. നമുക്ക് ബെൽറ്റ് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ലെയർ പൊട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണം. അതുപോലെ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ കൊണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതുപോലെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവർ യൂണിറ്റ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ അത്യാവശ്യം ക്ലച്ച് ഉറക്കിയതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ചെയ്യാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഡെക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വർക്കിംഗ് നോക്കുന്ന നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിനെ ഉപയോഗിക്കാം. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നമുക്ക് അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽറ്ററും അതുപോലെ ഈ പ്ലഗും ഒന്ന് മാറ്റിയിട്ടാട്ടെ. എയർ ഫിൽറ്ററും ആ പ്ലഗും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലെ ആ റൗണ്ട് കാർഡിൻ്റെ ഒരു പീസാണ്, അത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഗ്യാസ് വെൽഡിങ്ങിന് കൊടുത്തിട്ടൊന്ന് വെൽഡ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. അതാണ് ആ റൗണ്ട് കാർഡ് ലൂസായതും വലിയ സൗണ്ടും കാണിക്കുന്നത്. അതുപോലെ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ, ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അപ്പോൾ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസിട്ട് വേണം റീസെറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡലാണ് ഇരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ടി നമുക്ക് 5 ആമ്പിയറാണ്. അപ്പോൾ ഇതിൽ ഇരിക്കുന്നത് 4 ആമ്പിയറാണ്. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളും അതുപോലെ അതുപോലെ കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.86 ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട്. ടച്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ കംപ്ലയിൻ്റ് ഒന്നും അറിയാൻ കേട്ടോ. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇരിക്കുന്ന ബാറ്ററിയും അതിൽ കുറച്ച് ആമ്പിയർ കുറച്ച് ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് ബൾബ് കസ്റ്റമർ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ. ഓക്കെ, നമ്മൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ ബാഗ് ബെൽറ്റ്, അതുപോലെ എയർ ഫിൽറ്റർ, പ്ലഗ്, ആ വെൽഡിങ്, ഇതെല്ലാം കൂടി നോക്കിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.